ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടെലിഗ്രാമിലെ ഒരു മ്യൂസിക് ബോർഡിനെ എങ്ങനെ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമ്മൾ നോക്കണം. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. 2 ബോട്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 2 ബോട്ട് വെച്ചിട്ട് സിമ്പിളായിട്ട് ക്ലോൺ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ബോട്ട് നമ്മൾ ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ബോട്ട് ഫാദർ എന്ന് പറഞ്ഞ ബോട്ടാണ്. പിന്നെ രണ്ടാമത്തെ ജെനസിസ് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടാണ്. ഈ 2 ബോട്ടിൻ്റെ യൂസർ നെയിം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ബോട്ട് ഫാദർ ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് കൊടുക്കുക. എന്നിട്ട് മെനു എടുത്തിട്ട് ന്യൂ ബോട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു ബോട്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിൻ്റെ നെയിം ചോദിക്കും. നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് ചെയ്തതിന് ശേഷം യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു പേര് യൂസർ നെയിം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് യൂസർ നെയിം കൊടുക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ബോട്ട് എന്നും കൂടിയും കൊടുക്കുക. എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് നമ്മുടെ ബോട്ട് ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബോട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബോട്ടിനൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക മുകളിലത്തെ, എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. ഞാൻ ചുമ്മാ അവിടെ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിൻ്റെ ടോക്കൺ ഒന്ന് കോപ്പി ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ടോക്കൺ എന്നുള്ളിടത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് കോപ്പി ആവുന്നതാണ്. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ബോട്ടായിട്ടുള്ള ജെനസിസ് ക്രിയേറ്റർ ബോട്ട് എടുക്കുക. എന്നിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുക. ബോട്ടിൻ്റെ യൂസർ നെയിം ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസർ നെയിം സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനലിൽ യൂസർ നെയിം കൊടുക്കുക. അതിൽ വന്നിട്ട് നിങ്ങൾ ബോട്ടിന് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലാംഗ്വേജ് ചോദിക്കും. ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടിയിലായിട്ടൊരു ബട്ടൺ കാണാം. അതിലെങ്ങനെ ഈ ബോട്ടിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഇതവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീബോർഡ് എടുത്തിട്ട് ഇനി അവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം. അതേപോലെ കമാൻഡ് ടൈപ്പ് ചെയ്യുക. സ്ലാഷ് അടിക്കുക. സ്ലാഷ് അടിച്ചിട്ട് ആഡ് ബോട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് അടിക്കുക. സ്പേസ് അടിച്ചിട്ട് നമ്മൾ ബോട്ട് ഫാദറിൽ ആ ഒരു ബോട്ടിൻ്റെ ടോക്കൺ കോപ്പി ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം സെൻഡ് അടിച്ച് കൊടുത്താൽ മതി. സെൻഡ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോട്ട് വർക്കിംഗ് ആവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് വന്ന് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബോട്ട് വർക്കിംഗ് ആയിട്ടുണ്ട്. പിന്നെ എങ്ങനെ ബോട്ടിനെ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ബോട്ട് ഓപ്പൺ ചെയ്യുക. ബോട്ട് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ലാംഗ്വേജ് ചോദിക്കും. ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട സോങ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ലാംഗ്വേജിലുള്ള സോങ്സും ഈ ബോട്ടിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ലിറിക്സും അല്ലെങ്കിൽ ആൽബത്തിൻ്റെ പേര്, മൂവിയുടെ പേരാട്ടം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ബോട്ടിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടൺസ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വരും. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമുക്ക് പാട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബോട്ടിനെ ഗ്രൂപ്പിനകത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് അഡ്മിനാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോങ് എടുക്കാൻ പറ്റും. പക്ഷേ അതിന് സെർച്ച് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം സ്പേസ് അടിച്ചിട്ട് നമുക്ക് വേണ്ട ലിറിക്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ബോട്ടിനകത്ത് വരുന്ന അതേ ബട്ടൺസ് പോലെ ഗ്രൂപ്പിൽ വരും. എന്നിട്ട് സെലക്ട് ചെയ്താൽ മതി. നമുക്ക് ഗ്രൂപ്പിൽ തന്നെ സോങ്സ് കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു ബോട്ടിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഷോർട്ടായിട്ട് വല്ല റിംഗ് ടൂടെ MP3 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ട് ആ കയ്യിലുള്ള MP3 ഷോർട്ട് ഇതിലോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ടുള്ള ഓഡിയോ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ക്ലിയർ ഇല്ലാത്ത വല്ല ഓഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് അയച്ചു കൊടുത്ത് അതിൻ്റെ ഒറിജിനൽ വേർഷനായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ബോട്ട് ക്ലോണായ കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഓഫായി ഒന്നും പോവില്ല. ഒരുപാട് കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരേക്കും ബൈ.